മൂവാറ്റുപുഴ വീട്ടൂരിൽ വരാന്തയിൽ വിൽക്കാൻ വെച്ചിരുന്ന ജാതിക്ക മോഷ്ടിച്ച കേസിൽ ആസാം സ്വദേശി പിടിയിലായി. ഓടി രക്ഷപ്പെട്ട കൂട്ടുപ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കി. മഴുവന്നൂർ പഞ്ചായത്തിലെ വീട്ടൂരിൽ വീടിന്റെ പോർച്ചിലെ വരാന്തയിൽ വിൽക്കാൻ വെച്ചിരുന്ന ജാതിക്ക മോഷ്ടിച്ച കേസിൽ ആസാം സ്വദേശിയായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വീട്ടൂർ ഡിപ്പോയ്ക്ക് സമീപത്ത് നിന്നാണ് ആസാം സ്വദേശി ഇമ്രാനെ പ്രദേശവാസികൾ പിടികൂടിയത്. സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടാമത്തെയാൾ ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 8:15ഓടെയാണ് മോഷണം നടന്നത്. വീട്ടൂർ വെള്ളലായിക്കുടി ഓനച്ചന്റെ വീടിന്റെ വരാന്തയിൽ സൂക്ഷിച്ചിരുന്ന 20 കിലോയോളം വരുന്ന ജാതിക്കയാണ് ഇരുവരും ചേർന്ന് കവർന്നത്. വീട്ടുകാർ വീടിനുള്ളിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മോഷണം. റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറി വന്ന ഇരുവരും ജാതിക്ക ബാഗിലാക്കി കടത്തിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ വീട്ടിലെ CCTV ക്യാമറകളിൽ വ്യക്തമായിരുന്നു. തുടർന്ന് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയെങ്കിലും ചൊവ്വാഴ്ച പ്രതികളെ കണ്ടെത്താനായിരുന്നില്ല. ഇതിനിടെ CCTV ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ബുധനാഴ്ച രാവിലെ 8:30ഓടെ വീട്ടൂർ ഡിപ്പോ ഭാഗത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇവരെ കണ്ട നാട്ടുകാർ തടഞ്ഞു നിർത്തുകയായിരുന്നു. ഇതിൽ ഇമ്രാനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയെങ്കിലും കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പിടിയിലായ പ്രതിയെ കുന്നത്തുനാട് പോലീസിന് കൈമാറി. രക്ഷപ്പെട്ട കൂട്ടുപ്രതിക്കായി പോലീസ് തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ.